ഞാൻ ഇന്ന് ചിന്തിച്ചപ്പോൾ കണ്ടെത്തിയ ഒരു സംഭവമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ലാംഗ്വേജിൽ, മലയാളം ലാംഗ്വേജ്, അക്ഷരമാല, നമ്മുടെ ലിപികൾ, പെട്ടെന്ന് ഒരു സ്കൂൾ സ്റ്റുഡൻസിനും കോളേജ് സ്റ്റുഡൻസിനും അല്ല, അല്ലാത്തവരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് മുഴുവനായിട്ട് എഴുതാൻ സാധിക്കുമോ എന്നുള്ളതാണ്. മുഴുവൻ അക്ഷരങ്ങൾ കറക്റ്റായിട്ട് എഴുതാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. സ്കൂളിൽ കുട്ടികളോട് ചോദിച്ചാൽ അവരെഴുതുമായിരിക്കും, അല്ലെങ്കിൽ കോളേജിൽ സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ ചിലപ്പോൾ അവരെഴുതുമായിരിക്കും. പക്ഷേ അതിന് കുറച്ച് പ്രായം 30 വയസ്സിനൊക്കെ ശേഷം ഒരു 40-50 ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ലിപികൾ മറന്നു പോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ലിപി ഡേ ഉണ്ടാക്കാം. ലിപി ഡേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ചില രാജ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അൽബേനിയ ഉണ്ട്, സൗത്ത് കൊറിയ ഉണ്ട്, ചില രാജ്യങ്ങളൊക്കെ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ആൽഫബറ്റ്സ് ഡേ. അപ്പോൾ അത് നമുക്ക് ഇന്ത്യയിലും നമുക്ക് എല്ലാ സ്റ്റേറ്റിലും ഇത്ര ലാംഗ്വേജസ് ഉണ്ട്, 28 സ്റ്റേറ്റിലും നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് ലിപി ഡേ, ആൽഫബറ്റ്സ് ഡേ. മലയാളം അപ്പോൾ നമ്മുടെ ഭാഷകളുടെ ലിപികൾ ഓർത്തിരിക്കുക, എല്ലാ വർഷവും ഓർത്തിരിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം ഉണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ ഒരു ചിന്തയാണ്, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ തീരുമാനം ഗവൺമെൻറ് എടുക്കേണ്ടതാണ്. ഒരു ലിപി ഡേ ഈ രാജ്യത്തിനുണ്ടാകുന്നത് നല്ലതാണ്. ആൽഫബറ്റ്സ് ഡേ എല്ലാ ലാംഗ്വേജിനും, ഇന്ത്യയിലുള്ള എല്ലാ ലാംഗ്വേജസിനും ഒരു ദിവസം ആ ലാംഗ്വേജിൻ്റെ ആൽഫബറ്റ് നമുക്ക് ഓർക്കാൻ വേണ്ടിയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്കിത് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽസ് ഉണ്ട്, റജി മാത്യു പൊന്തറേൽ, റജി IPS ഉണ്ട്, റജി മാത്യു .പൊന്തറേലുണ്ട്. ഈ 3 ചാനലുകൾ എൻ്റെ പാട്ടുകളും ജനറൽ വീഡിയോസും സയൻറ്റിഫിക് വീഡിയോസ്, തോട്ട്സ്, ഐഡിയാസ് എല്ലാം കൂടെ ചേർന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. 1100 കൂടുതൽ സോങ്സ് ഉണ്ട് ഞാൻ സ്വന്തമായിട്ട് എഴുതിയത്. സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. സീ ദ പ്ലേലിസ്റ്റ് ഓഫ് മൈ ചാനൽ, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം സോങ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ കേരളത്തിലെ മിനിസ്റ്റേഴ്സിനോടും ഇന്ത്യയിലുള്ള എല്ലാ മിനിസ്റ്റേഴ്സിനോടും ഞാൻ ആവശ്യപ്പെടുന്ന ഒരു ലിപി ഡേ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ഡേറ്റ് പ്രിഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 18 മാർച്ച് 2026. ഇന്ന് 9. അപ്പോൾ ഈ വർഷം തൊട്ട് തന്നെ തുടങ്ങാൻ വേണ്ടിയാണ് ഞാൻ 18 മാർച്ച് 2026 എന്നൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് പറഞ്ഞു. അത് സെൻട്രൽ ഗവൺമെൻറ്റും എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഈ ഒരു ഗ്യാപ്പിൽ അത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. March 2026 for Alphabets Day of Indian State Languages. എല്ലാ വർഷവും അതിനെ നമുക്ക് ഓർക്കാൻ പറ്റും. അത് മെമ്മറിക്കകത്ത് സൂക്ഷിക്കും, മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു ദിവസം, ഒരു വർഷത്തിൽ. Thank you for watching and listening. See you in another video with another subject and ideas and thoughts.